ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗവൺമെൻറ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബില്ല് പാസ്സാക്കി അതിനെക്കുറിച്ച് പറയാനാണ്. ഇൻലാൻഡ് വെസൽസ് ബിൽ അഥവാ ഇൻലാൻഡ് വെസൽസ് ആക്ട് 2021. നമുക്കറിയാം, ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിലും അതല്ലാതെ തന്നെ ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ അല്ലെങ്കിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റുകൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയുള്ള നിലയിൽ നമ്മൾ എല്ലാ ഫീൽഡിലും മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഇൻലാൻഡ് നാവിഗേഷനിലും ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ളൊരു നിയമമാണ് ഇൻലാൻഡ് നാവിഗേഷൻ്റെ അവിടെ ഉണ്ടായിരുന്നത്, അതായത് ഇൻലാൻഡ് വെസൽസ് ആക്ട് 1917. അപ്പം ആ ആക്ടിൽ ഒരുപാട് ഷോർട്ട് കമ്മിങ്സുകൾ, ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. ആ കുറവുകളൊക്കെ നമുക്ക്, അതായത് ആ ആക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആക്ടിൽ ഓരോ സ്റ്റേറ്റുകൾക്കും ഓരോരോ നിയമങ്ങളായിരുന്നു, ഓരോ റൂളുകളായിരുന്നു. അതിൻ്റെ സർട്ടിഫിക്കേഷനിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഡിസൈനിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പൊല്യൂഷൻ ഡിസ്പോസൽ അല്ലെങ്കിൽ ഏതൊക്കെ തരം കണ്ടെയ്നറുകൾ, ഏതൊക്കെ തരം ഡിസ്ചാർജുകൾ ആണ് നമ്മൾ കായലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ സ്ട്രീമുകളിലേക്കും പറ്റുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താറുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കാര്യം വേണ്ടിയിട്ടും യൂണിഫോം ആയിട്ടുള്ളതും അല്ലെങ്കിൽ രാജ്യം മൊത്തവും അംഗീകാരമുള്ളതും നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പം നമ്മുടെ ഇന്നത്തെ നിലയിൽ നമ്മൾ നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരുപാട് അഡ്വാൻസ്മെൻറ്റുകൾ നേടിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ. ഇപ്പോൾ തന്നെ ട്രാൻസ്പോർട്ടേഷൻ മോഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ, റോഡ് നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഇൻലാൻഡ് നാവിഗേഷൻ, ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു സംവിധാനം നമുക്ക് ഇന്ന് നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഈ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന നിയമത്തിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് പുതിയൊരു നിയമം അത്യാവശ്യമായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻലാൻഡ് വെസൽസ് ബിൽ 2021 നമുക്ക് പാർലമെൻറ്റ് പാസ്സാക്കിയത്. അപ്പം അതിലൂടെ നമുക്ക് ഇൻലാൻഡ് വെസൽസ് ആക്ട് 2021 നിലവിൽ വന്നു. അതിൽ നമുക്ക് ഇൻലാൻഡ് വെസൽസ് ആക്ട് 1917 നമുക്ക് അതിൻ്റെ പോരായ്മകൾ ഒക്കെ പരിഹരിക്കേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് ആ ആക്ട് ഇനി മുതൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇൻലാൻഡ് വെസൽസ് ആക്ട് 2021 നിലവിൽ വന്നു. അപ്പോൾ നമുക്ക് നോക്കാം ലിമിറ്റേഷൻസ് ഓഫ് ഇൻലാൻഡ് വെസൽസ് ആക്ട് 1917 എന്തൊക്കെയാണെന്നുള്ളത്. അതായത് അതിൽ ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റിയും പർപ്പസും ആയിരുന്നു ആ ഇൻലാൻഡ് വെസൽസ് ആക്ടിലുണ്ടായിരുന്നത്. റെസ്ട്രിക്റ്റീവ് മൂവ്മെൻറ്റ് ഓഫ് മെക്കാനിക്കലി പ്രൊപ്പൽഡ് വെസൽസ്, ആ 1917 ഇൻലാൻഡ് വെസൽസ് ആക്ടിൽ പ്രൊപ്പൽഡ് വെസൽസ്, മെക്കാനിക്കലി ഓപ്പറേറ്റഡ് പ്രൊപ്പൽഡ് വെസൽസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നത്. അതും അതിന് ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി ആയിരുന്നു. അപ്പം ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി മീൻസ് അതായത് ഓരോ സ്റ്റേറ്റുകളിൽ മാത്രമായിരുന്നു അതിന് ആപ്ലിക്കബിലിറ്റി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റേറ്റിലുണ്ടായിരുന്ന റൂളും റെഗുലേഷൻസും നമ്മൾ വേറൊരു സ്റ്റേറ്റ് വരുമ്പോൾ അത് മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ സർട്ടിഫിക്കേഷൻ അതിനനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റേറ്റിനും ഓരോ സർട്ടിഫിക്കേഷനൊക്കെ ആയിരുന്നു. അപ്പം അക്രോസ് ദ കൺട്രി നമുക്ക് ഒരു റൂളും റെഗുലേഷനും നമുക്ക് നിലവിലില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ആക്ടിൽ പറഞ്ഞിരുന്ന മെക്കാനിക്കലി പ്രൊപ്പൽഡ് വെസൽസിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നതാണ്. അതിന് നമുക്ക് ഈ ആക്ടിനെ വേണമെങ്കിൽ റെസ്ട്രിക്റ്റീവ് മൂവ്മെൻറ്റ് ആക്ട് എന്ന് വേണമെങ്കിലും പറയാം. കാരണം അതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. റെസ്ട്രിക്റ്റീവ് മൂവ്മെൻ്റ് ആയിരുന്നു ഇതിൽ മെയിനായിട്ട് ഈ 1917 ആക്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ പറഞ്ഞിരുന്നത് മെക്കാനിക്കലി പ്രൊപ്പൽഡ് വെസൽസ് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പം അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ജൂറിസ്ഡിക്ഷനിൽ മാത്രമായിരുന്നു. അപ്പം ആ ആക്ടിൽ നമുക്ക് ഒരുപാട് എൻഡോഴ്സ്മെൻറ്റ്സും അതിൻ്റെ ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ വാലിഡിറ്റി ഓഫ് സർട്ടിഫിക്കറ്റ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നോൺ യൂണിഫോം സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു ഓരോ സ്റ്റേറ്റുകളിലും ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റാൻഡേർഡുകളായിരുന്നു പറഞ്ഞിരുന്നത്. ഓരോ റെഗുലേഷൻസ് വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ റൂൾസും റെഗുലേഷൻസും മാറിക്കൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ആയിരുന്നു ഇൻലാൻഡ് വെസൽസ് ആക്ട് 1917 അപ്പോൾ ഇൻലാൻഡ് വെസൽസ് ആക്ട് 2021 ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പം പുതിയ ആക്ടിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുതിയ ആക്ടിൽ ഫസ്റ്റ് തന്നെ മെക്കാനിക്കലി പ്രൊപ്പൽഡ് വെസൽസിൽ നമുക്ക് ഷിപ്സ്, ബോട്ട്സ്, സെയിലിംഗ് വെസൽസ്, കണ്ടെയ്നർ വെസൽസ്, ഫെറീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സെൻറ്ററാണ് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിരുന്നത്. ക്ലാസിഫിക്കേഷൻ, സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ക്രൂ അക്കോമഡേഷൻ എന്നിവയൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സെൻറ്ററാണ് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കൺസ്ട്രക്ഷനും മോഡിഫിക്കേഷനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു അപ്രൂവൽ വേണം. അപ്രൂവിങ് അതോറിറ്റി ഉണ്ട്. അതായത് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ അപ്രൂവൽ വേണം നമുക്കൊരു കൺസ്ട്രക്ഷൻ നടത്തണം അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ. അതൊക്കെ വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എല്ലാ വെസൽസും
ഓരോ സ്റ്റേറ്റിൻ്റെയും അത് റെസ്പെക്റ്റീവ് സ്റ്റേറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിലെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം ഉണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഓരോ വെസൽസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇതിൻ്റെയും നമ്മൾ വെസൽസിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റീസും എല്ലാം ഒരു സെൻട്രൽ ഡേറ്റാബേസ് ഉണ്ടായിരിക്കും ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സെൻട്രൽ ഡേറ്റാബേസ് വെച്ചിട്ടായിരിക്കും നമ്മളിതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റായിട്ട് നോക്കുന്നത് നാഷണൽ വാട്ടർവേയ്സിനെ കുറിച്ചാണ്. അതായത് 2016 നാഷണൽ വാട്ടർവേയ്സിനെ കുറിച്ച് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ വാട്ടർവേയ്സ് ആക്ട് 2016 നിലവിൽ വന്നു. അതിലൂടെ നമുക്ക് 111 നാഷണൽ ഇൻലാൻഡ് വാട്ടർവേയ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 111 പ്രപ്പോസ് ചെയ്തതിൽ ഇപ്പോൾ 13 ഓപ്പറേഷണലാണ്. 13 ഓപ്പറേഷണലായിട്ടുണ്ട്. ബാക്കിയുള്ള നാഷണൽ വാട്ടർവേയ്സ് അല്ലെങ്കിൽ ഈ 111 എത്താനായിട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഇപ്പോഴും അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പറേഷണലായിട്ടുള്ള 13 നാഷണൽ വാട്ടർവേയ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നാഷണൽ വാട്ടർവേയ്സ് 3 എന്ന് പറയുന്നത് കേരളത്തിലാണ്. അത് കേരളത്തിലെ ബാക്ക് വാട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്കിതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാഷണൽ വാട്ടർവേയ്സിന് വേണ്ടിയിട്ടൊരു അതോറിറ്റി, ഇൻലാൻഡ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു അതോറിറ്റി ഉണ്ട്. അത് വരുന്നത് മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിൻ്റെ അടിയിലാണ് വരുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ വരാമെന്നുള്ളൊരു ഇതാണ്. ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് ഇത് വരുന്നത്, അത് ഓർത്തിരിക്കുക, മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ്. പിന്നെ ഇതിനു വേണ്ടി ഇൻലാൻഡ് വാട്ടർവേയ്സിന് വേണ്ടിയുള്ള അതോറിറ്റി ഏതാണ്? ഇൻലാൻഡ് വാട്ടർവേയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IWAI. പിന്നെ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ വാട്ടർവേയ്സ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊമേഴ്ഷ്യൽ നാവിഗേഷന് വേണ്ടിയിട്ടാണ്. അതായത് കൊമേഴ്ഷ്യലായിട്ടുള്ള ഫ്രീറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ നമ്മുടെ നാഷണൽ വാട്ടർവേയ്സിന് അസിസ്റ്റൻസ് ചെയ്യുന്ന ഏജൻസി അല്ലെങ്കിൽ ഫണ്ടിങ് ഏതാണെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് വേൾഡ് ബാങ്ക് ഫണ്ടിങ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇൻലാൻഡ് വാട്ടർവേയ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഗവൺമെൻറ് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിരുന്നു. അതായത് റൈറ്റ്സിനെ വെച്ചിട്ട്, ബൈ റൈറ്റ്സ്, അതായത് 1 ലിറ്റർ ഓഫ് ഫ്യൂവൽ വെച്ചിട്ട് എത്ര ടൺ കിലോമീറ്റർ റോഡ് മാർഗം അല്ലെ റെയിൽ മാർഗം അല്ലെങ്കിൽ ഇൻലാൻഡ് വാട്ടർവേയ്സ് മാർഗം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തുമെന്നുള്ളത്. അപ്പോൾ ഇതിൽ 1 ലിറ്റർ ഓഫ് ഫ്യൂവൽ വെച്ചിട്ട് 24 ടൺ കിലോമീറ്റർ ഓൺ റോഡായി, 24 ടൺ കിലോമീറ്റർ റോഡും 95 ടൺ കിലോമീറ്റർ ഓൺ റെയിലും 215 ടൺ കിലോമീറ്റർ ഓൺ ഇൻലാൻഡ് വാട്ടർവേയ്സ് വരും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇൻലാൻഡ് വാട്ടർവേയ്സിൻ്റെ ഇമ്പോർട്ടൻ്റ്. അതായത് 215 കിലോമീറ്റർ അല്ലെങ്കിൽ 215 ടൺ കിലോമീറ്റർ ആയിരുന്നു ഇൻലാൻഡ് വാട്ടർവേയ്സിലൂടെ നമുക്ക് അതിലൂടെ തന്നെ ഒരു ഫ്രീറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കാർഗോ ട്രാൻസ്പോർട്ടേഷന് ഇൻലാൻഡ് വാട്ടർവേയ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നമുക്കറിയാം ഇപ്പം നമ്മളൊരു അസസ്മെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻലാൻഡ് വാട്ടർവേയ്സിലൂടെ ഒരു വർഷം ക്യാരി ചെയ്യുന്ന 55 മില്യൺ ടൺസ് ഓഫ് കാർഗോയാണ്. അപ്പം ഇപ്പോൾ കറൻ്റ്ലി ഇത് നമ്മുടെ ഫ്രീറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻലാൻഡ് വാട്ടർവേയ്സിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി വഴി അല്ലെങ്കിൽ ബ്രഹ്മപുത്ര, ബറാക്ക് റിവേഴ്സ് ഇൻ ഗോവ, പിന്നെ ബാക്ക് വാട്ടേഴ്സ് ഇൻ കേരള, പിന്നെ ഇൻലാൻഡ് വാട്ടേഴ്സ് ഇൻ മുംബൈ. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു എന്താണ് പറയുക ഇൻലാൻഡ് വാട്ടർവേയ്സിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്കിപ്പം ഇന്ന ഏരിയാസിൽ നമുക്ക് റെസ്ട്രിക്റ്റീവായിട്ടുണ്ട്. നമ്മുടെ ഇപ്പം 111 ഇൻലാൻഡ് വാട്ടർവേയ്സ് നമുക്കറിയാം. അത് ഫുൾ ഓപ്പറേഷനായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒപ്പോസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇൻലാൻഡ് വാട്ടർവേയ്സ് ആക്ട് 2021 നമ്മൾ ഒപ്പോസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ആക്ട് വന്നതിലൂടെ സ്റ്റേറ്റിനുണ്ടായിരുന്ന ഒരുപാട് റൈറ്റുകൾ എടുത്തു മാറ്റപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് മോർ ഓർ ലെസ് അല്ലെങ്കിൽ ഇത് മോർ സെൻട്രൽ ഓറിയൻറ്റഡ് ആയിട്ടാണ്. അതായത് സെൻട്രലായിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയാലും അല്ലെങ്കിൽ രജിസ്റ്ററിങ് അതോറിറ്റി സ്റ്റേറ്റിൻ്റെ കീഴിലാണ് വരുന്നത്, സ്റ്റേറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രെയിം വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡിസൈൻ എന്നിവ കാര്യങ്ങളെല്ലാം സെൻറ്ററാണ് അത് ഫ്രെയിം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഇതിൻ്റെ ഒരു
എന്താണ് ഒപ്പോസിഷൻ ക്രിറ്റിസിസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്റ്റേറ്റിൻ്റെ ഒരുപാട് റൈറ്റ്സ് എടുത്ത് മാറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ലോസിൽ ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻലാൻഡ് വാട്ടർ വേസിലൂടെയുള്ള വെസൽസിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് സർവേ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്നീ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഡൂസ് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇന്ത്യൻ ഓണർഷിപ്പ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് രജിസ്റ്റർ ഓഫ് ഇൻലാൻഡ് വെസൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഏതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡിസൈൻ ഇങ്ങനെ പാടില്ല, ഇങ്ങനെ പാടുള്ളൂ എന്നൊക്കെ കാര്യങ്ങൾ ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ് പറയുന്നുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മളിപ്പം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്സിഡൻറ്റ് റെസ്പോണ്ട് ചെയ്യണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് ഫൈനുണ്ട്, അപ് ടു 10,000 rupees വരെ ഫൈനുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പം അത് ഫൈനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ ഡീപ്പായിട്ട് നോക്കണം. നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് പറയുന്ന ചില സീവേജ് ഡിസ്പോസൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ലോയിലൂടെ പറയുന്ന പൊല്യൂട്ടൻസ്. അതായത് ദ ലോ എംപവേഴ്സ് ദ സെൻറ്റർ ടു പ്രിസ്ക്രൈബ് വാട്ട് കൈൻഡ് ഓഫ് പൊല്യൂട്ടൻസ് ആൻഡ് സീവേജ് വെസൽസ് ആൻഡ് ക്യാൻ ഡിസ്ചാർജ് ആൻഡ് ഹൗ മച്ച്. അതായത് ആ പൊല്യൂട്ടൻസ്, അപ്പം നമ്മുടെ പൊല്യൂഷൻ തടയാനുള്ള എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത്, കുറേ മെഷേഴ്സൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതായത് പൊല്യൂട്ടൻസ്, സീവേജ് വെസൽസ് ക്യാൻ ഡിസ്ചാർജ് ആൻഡ് ഹൗ മച്ച് എന്നുള്ള കാര്യങ്ങൾ. അതായത് എന്തൊക്കെ ടൈപ്പ് സീവേജ് വെസൽസ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും, ഡിസ്ചാർജ് എങ്ങനെയായിരിക്കണം, അത് എത്രത്തോളം ആവാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെഷേഴ്സൊക്കെ ഇതിലെടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ ബില്ല് പറയുന്നുണ്ട്, ഇതിനകത്ത് നമ്മളൊരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത് എമർജൻസി പ്രിപ്പയർനെസ്, ചെക്കിംഗ് പൊല്യൂഷൻ, ബൂസ്റ്റിംഗ് നാവിഗേഷൻ എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഫണ്ട് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീംസ്, സെയിൽ ഓഫ് കാർഗോ, ബ്രക്ക് കോൺട്രിബ്യൂഷൻ ഫ്രം സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നിവ വഴി ഒരു ഫണ്ട് വേണമെന്നും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.